വിശ്വാസികൾ പരസ്പര സൗഹാർദ്ദത്തിൽ തന്നെയാണ് വിശുദ്ധ ഇസ്ലാമിൽ നിർബന്ധമുണ്ട്. കൂട്ടുകുടുംബങ്ങളും അയൽക്കുടുംബങ്ങളും കൂട്ടിയൊരുമിച്ച് വേണം സൗഹാർദ്ദം ദൃഢമാക്കാൻ. ആരുമായി സൗഹാർദ്ദം സ്ഥാപിക്കുകയാണെങ്കിലും അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ തലത്തിന് സ്ഥാനമുണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ സൗഹാർദ്ദത്തിലായവർ തർക്കിനാണെങ്കിൽ മുൻപേക്ക് തന്നെ ലഭിക്കും. സൗഹാർദ്ദങ്ങൾ സ്ഥാപിക്കുന്നതിന് മഹാനായ സുധാരസുമാനങ്ങൾ ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നതായി ചരിത്രത്തിൽ കാണാം. അന്യപുരുഷന്മാരെ സന്ദർശിക്കലും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കലും ഏറെ ആവശ്യത്തോടെ നടത്തിയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികൾ സൗഹാർദ്ദത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നതായി ചരിത്രത്തിൽ കാണാം. രോഗികളെ സന്ദർശിക്കലും കഷ്ടപ്പാടുള്ളവരെ സഹായിക്കലും സൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Next.